ഇന്ന് നമുക്ക് ചക്കട ഉണ്ടാക്കിയാലോ? ഈ ചക്കട ഉണ്ടാക്കാനേ നമ്മൾ ഒരു അരക്കിലോനുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു പാത്രത്തിലിട്ട് അങ്ങനെ ഇടിച്ച് അത് പൊടിയാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടതേ ചക്കയാണ്. ചക്ക കുരുവൊക്കെ കളഞ്ഞിട്ട് ഇത് നല്ലതുപോലെ വേവിച്ച ചക്കയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി വേണം. ഇനി തേങ്ങ ചിരകിയത്. ഇനി ചക്കട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ശർക്കര നമ്മൾ ഇതുപോലെ നല്ലതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഉരുക്കിയെടുത്ത് ശർക്കര ലായനി അയക്കുകയാണിപ്പോൾ. ഇനി നമ്മൾ ശർക്കര ലായനിയിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചക്കയാണ് ഇപ്പോൾ ഇട്ടടിക്കുന്നത്. ആ ചക്ക നല്ലതുപോലെ ചൂടാവണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയൊരു കട്ടി രൂപമാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നും കൂടി ഈ മിശ്രിതം ടൈറ്റാവും, കുറച്ചുകൂടി കട്ടി രൂപത്തിലാവും. ഏകദേശം നമുക്ക് ഈ ഒരു കട്ടി രൂപത്തിൽ ആവണം. ഇനി നമുക്ക് അരിപ്പൊടി വേണം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ അരിപ്പൊടിയിലേക്ക് നമ്മൾ ചെറുതായി ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നല്ലതുപോലെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് സാധാരണ വെള്ളമാണ്, കാരണം നമ്മൾ ശർക്കര ലായനി ഉണ്ടാക്കിയില്ല അതിലത്തെ പാത്രത്തിലാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ മഞ്ഞ കളറ്. ചെറു ചൂടുവെള്ളത്തിലേ പൊടി കുഴച്ചാലേ ഇതുപോലെ നമുക്ക് നല്ലതുപോലെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ഇലയിൽ പരത്തുന്നതിന് മുന്നേ നമുക്ക് വെള്ളം ചൂടാക്കി വെക്കാൻ നോക്കാം. അട ആവിയിലാണ് നമ്മൾ വേവിക്കുന്നത്. ആവി നല്ലതുപോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിന് മേതെ ഈ പാത്രം വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വാഴയില എടുക്കാം. വാഴയില ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഈ വാഴയിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് സോഫ്റ്റാക്കിയ പൊടി പരത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചക്കയും ശർക്കര ലായനിയൊക്കെ ഉണ്ടാക്കിയില്ലേ, തേങ്ങയൊക്കെ ഇട്ടിട്ട് ആ മിശ്രിതം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ നല്ലതുപോലെ ഇല മടക്കിയെടുക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ വെച്ച വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ആ ചൂടായ വെള്ളത്തിൻ്റെ മേലെ വെച്ച പാത്രത്തിലേക്ക് നമുക്ക് അട വേവിക്കാം. ഒരു 40 മിനിറ്റോളം നമുക്കിത് ഇങ്ങനെ മൂടി വയ്ക്കണം. എന്നാലേ അട നല്ലതുപോലെ വേവുകയുള്ളൂ. അങ്ങനെ 40 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഇതാ നമ്മുടെ ചക്ക അട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ആവിയൊക്കെ പറക്കുന്നത് കണ്ടു. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ചക്കട റെഡി ആയിരിക്കുകയാണ്.